ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മലയാളം ഭാഷയിലെ വ്യാകരണം, മലയാളത്തിൻ്റെ വ്യാകരണത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ മലയാളം വ്യാകരണത്തെക്കുറിച്ച് ഫസ്റ്റ് ക്ലാസ് ഡേയിൽ നാമത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് നാമമെന്ന് പഠിച്ചു. പിന്നെ നാമത്തിൻ്റെ 3 വിധങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൽ ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്നിങ്ങനെയാണ് 3 വിധത്തിലുള്ള നാമങ്ങൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ദ്രവ്യനാമത്തിൻ്റെ ഡെഫിനിഷനും പിന്നെ ദ്രവ്യനാമത്തിനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ 4 നാമങ്ങളെയും കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതിൽ നമ്മൾ നാമത്തിനെ 3 വിധത്തിൽ തരംതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്നിങ്ങനെ. അതിൽ ദ്രവ്യനാമത്തിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന 2 നാമങ്ങളാണ് ഗുണനാമവും ക്രിയാനാമവും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഗുണനാമം ആൻഡ് ക്രിയാനാമം എന്താണെന്ന് നോക്കാം. ഗുണനാമം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്ന പദത്തിനെ, നാമപദമാണ് നമ്മൾ ഗുണനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഗുണനാമം എന്ന് പറയുന്നത്? എന്തിൻ്റെയെങ്കിലും ഗുണത്തെയോ അല്ലെങ്കിൽ ധർമ്മത്തെയോ കുറിക്കുന്ന ഒരു ധർമ്മത്തെയോ കുറിക്കുന്ന നാമപദത്തിനെയാണ് നമ്മൾ ഗുണനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് മണം, ദയ, ഉയരം, ലാളിത്യം ഇവയൊക്കെ. മണം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഒന്നുകിൽ ഒരു പൂവിൻ്റെ ഗുണത്തെ അത് അവിടെ, അല്ലെങ്കിൽ പൂവിൻ്റെ ധർമ്മത്തെ അവിടെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു കറി വെക്കുമ്പോൾ അതിനും നല്ല മണമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കറിയുടെ ഗുണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ദയ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അലിവ്, അപ്പോൾ അവിടെയും അതിൻ്റെ ഒരു ഗുണത്തെയാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലാളിത്യം, സ്നേഹം, ഓർമ്മ, തിളക്കം, കറുപ്പ്, ചെറുപ്പം ഇവയൊക്കെ എന്താണ്? ഏതിൻ്റെയെങ്കിലും ഗുണത്തെയോ അല്ലെങ്കിൽ ധർമ്മത്തെയൊക്കെ കുറിക്കുന്ന നാമപദമാണ് ഇവയെല്ലാം. അപ്പോൾ ഇവയാണ് നമ്മൾ ഗുണനാമം എന്ന് പറയുന്നത്. അടുത്തത് ക്രിയാനാമം. ക്രിയാനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ക്രിയയുടെ ഭാഗത്തെ കുറിക്കുന്ന നാമപദമാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. അതായത് ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമപദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമപദം. ഇപ്പം ഇവിടെ നേടുക എന്ന ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നാമപദമാണ് നേട്ടം എന്ന് പറയുന്നത് അല്ലെ. നേടുക എന്ന് പറയുന്ന ആ ഒരു ക്രിയയുടെ ഭാവത്തെ, നേടുക എന്ന് പറയുന്ന ആ ഒരു ക്രിയയിൽ നിന്നും, നേടുക എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയാണ് അല്ലെ. അപ്പൊ ആ ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമം ഏതാണ്? നേട്ടം. ആ ഒരു ക്രിയയിൽ നിന്ന് നമുക്ക് കിട്ടിയ എന്താണ്? നമുക്ക് കിട്ടിയത് എന്താണ്? ആ ഒരു നേട്ടമാണ്. അപ്പം നേടുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമത്തിനെയാണ് നമ്മൾ നേട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാടുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. ആ ക്രിയയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ക്രിയയിൽ നിന്നും കിട്ടുന്ന പദത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? പാട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഓടുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു നാമം എന്ന് പറയുന്നത് ഓട്ടം എന്നാണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ഒരു ക്രിയയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന നാമപദത്തിനെയാണ് ക്രിയാനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഇത്രയും. അപ്പം നമ്മൾ ഈ ഗുണനാമവും ക്രിയാനാമവും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ദ്രവ്യനാമം ഫസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കാർഡിലിട്ടേക്കാം, അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ആ വീഡിയോയുടെ. ഓക്കെ, ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.